അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു ജമാദുൽ ആഖിർ മാസത്തിലാണ് സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്. അപ്പോൾ ഇന്നത്തെ ഉസ്രയിൽ നമുക്ക് അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റി സംസാരിക്കാം. അള്ളാഹുവിൻ്റെ അടിമയിൽ നബിമാരുടെ ശേഷം ഒന്നാം സ്ഥാനമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. തിരുനബിയുടെ ഖലീഫമാരിൽ ഒന്നാമൻ, മുത്തുനബിയുടെ ഇഷ്ടകൂട്ടുകാരൻ, മുത്തുനബിക്ക് വേണ്ടി ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും സമ്പത്തും അള്ളാഹുവിൻ്റെ വഴിയിൽ മാറ്റിവെച്ച പ്രിയപ്പെട്ട സ്വഹാബി. എന്തുകൊണ്ട് നാം സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഓർക്കണം? അത് പറയാം. ഈ മാസമാണ് നമ്മുടെ ജീവൻ. മഹബത്തിലൂടെയാണ് ഈ മാസത്തിൻ്റെ നിലനിൽപ്പ്. സ്നേഹിക്കേണ്ടതിനെയെല്ലാം സ്നേഹിക്കുക, അതാണ് ഈ മഹബത്തിൻ്റെ അർത്ഥം. അള്ളാഹുവിനെയാണ് അവൻ്റെ അടിമകൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. എന്നാൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ തിരുനബിയെ പൂർണ്ണമായും പിൻപറ്റണമെന്നും ഖുർആൻ പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറ്റുള്ളവരുടെ ഈമാനിനേക്കാൾ വീര്യം കൂടിയതായിരുന്നു. അത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള മഹബത്തിൻ്റെ ഫലമായിട്ടാണെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഹിജ്റയുടെ സംഭവം തന്നെ ഇതിന് തെളിവാണ്. ഹിജ്റയുടെ അനുമതി കിട്ടിയ ഉടനെ തിരുനബി ആദ്യമായി വരുന്നത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്കാണ്. എന്നെയും കൂടെ കൂട്ടുമോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. കൂട്ടാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം അടക്കാനാവാതെ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. ഇതേപ്പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഇങ്ങനെയാണ്: ഇതിനു മുമ്പ് എൻ്റെ പിതാവിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു കരച്ചിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് പുണ്യ മദീനയിൽ എത്തുന്നത് വരെയുള്ള രംഗങ്ങൾ എല്ലാം സിദ്ദീഖ് തങ്ങൾക്ക് നബിയോടുള്ള ഇഷ്ടം വിളിച്ചോതുന്നു. സൗർ ഗുഹയിൽ കയറുമ്പോൾ ഗുഹയിലെത്തിയ ഉടനെ ഉടുമുണ്ടിൻ്റെ ഭാഗം കീറിയെടുത്ത് ഗുഹക്കകത്തുള്ള ദ്വാരങ്ങളൊക്കെ അടച്ചതും തുണി മതിയാകാതെ വന്നപ്പോൾ ഒരു ദ്വാരം സ്വന്തം കാലുകൊണ്ട് അമർത്തിപ്പിടിച്ചതുമായ സംഭവങ്ങൾ ആ മഹബത്തിൻ്റെ വലിയ തെളിവാണ്. ഈ സ്നേഹം ജീവിതകാലത്ത് അവസാനിക്കുന്നില്ല. തിരുനബിയുടെ വഫാത്തിന് ശേഷം ഇത് തുടരുന്നതാണ് ചിത്രം. തിരുനബിയുടെ വഫാത്തിന് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത്. എവിടെയാണ് അവരെ മറവ് ചെയ്യേണ്ടതെന്ന് ആലോചന സ്വഹാബിമാർക്കിടയിൽ ഉണ്ടായപ്പോൾ തിരുനബിയുടെ ഖബറിൽ നിന്ന് കേട്ടത് പ്രിയപ്പെട്ട സിദ്ദീഖിനെ എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരൂ എന്നായിരുന്നു. ആ തിരു ഹദറത്തിലേക്ക് നമുക്കൊരു ഫാത്തിഹ ഓതാം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഈ ദിക്റും ദുആയും ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.